VIP ലോഞ്ച്, 500-ലധികം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ, വിശാലമായ ആംഫി തിയേറ്റർ, 200-ലധികം വണ്ടികൾക്കുള്ള പാർക്കിംഗ് ഏരിയ, 300-ഓളം സീറ്റുകളുള്ള റോയൽ ഗസിബോ, 7 ലക്ഷറി സ്യൂട്ട് റൂംസും. Contact now for booking. വിളയൂർ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം പരിഹാരം ലക്ഷ്യമിട്ട് 18 പൊതുകിണറുകൾ നവീകരിക്കുന്നു. നവീകരണ പ്രവർത്തികൾക്ക് തുടക്കമായി 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിണറുകളുടെ നവീകരണം നടപ്പാക്കുന്നത്. കുടിവെള്ളക്ഷാമ പരിഹാരം ലക്ഷ്യമിട്ടാണ് വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ 18 പൊതുകിണറുകൾ നവീകരിക്കുന്നത്. നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. വിളയൂർ പഞ്ചായത്തിലെ 4ാം വാർഡിൽ ഉൾപ്പെടുന്ന കണ്ടേങ്കാവിലെ പൊതുകിണറിന്റെ നവീകരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 18 കിണറുകളാണ് നവീകരിക്കുക. 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുക. മണ്ണെടുക്കൽ, ആഴംകൂട്ടൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും നവീകരണത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. തൂതപ്പുഴയോട് ചേർന്നുള്ള വെളിയൂർ പഞ്ചായത്തിൽ വേനൽ തുടങ്ങുമ്പോൾ തന്നെ കുടിവെള്ള പ്രശ്നവും തുടങ്ങുകയാണ്. ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പൊതുകിണറുകളുടെ നവീകരണം നടപ്പാക്കുന്നത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ പൊതുകിണറുകളാണ് ആദ്യഘട്ടത്തിൽ നവീകരിക്കുന്നത്. വേനൽക്കാലത്ത് മാത്രമല്ല വർഷക്കാലത്തും ആവശ്യമുള്ളവർക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പൊതുകിണറുകളുടെ നവീകരണം പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. 1 മാസത്തിനകം തന്നെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീരടി സുധാകരൻ പറഞ്ഞു. വേനൽ രൂക്ഷമായതോടെ തൂതപ്പുഴയിലെ തോണിക്കടവിലെ ജലലഭ്യതയും കുറഞ്ഞു വരികയാണ്. ഈ സാഹചര്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടാണ് പൊതുകിണറുകൾ കൂടി നവീകരിക്കുന്ന പദ്ധതിയുമായി പഞ്ചായത്ത് രംഗത്തെത്തിയിട്ടുള്ളത്.